നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ് ആണ്. ഓക്കെ, ഈ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ച് 5 യൂണിറ്റ് ഉണ്ട്. എല്ലാ മൊഡ്യൂൾസും ഓരോ യൂണിറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് പ്രധാനമായിട്ടും 5 യൂണിറ്റ് ആയിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൊളീജിയാലിറ്റി ആൻഡ് ലോയാലിറ്റി, മാനേജിങ് കോൺഫ്ലിക്റ്റ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി. ഇങ്ങനെ 3-4 ടോപ്പിക്കിലാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൊളീജിയാലിറ്റി, ലോയൽറ്റി, മാനേജിങ് കോൺഫ്ലിക്റ്റ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി, ഇത്രയും കാര്യങ്ങൾ വരും. രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ട് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രൊഫഷണൽ റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പോകും. ഓക്കെ, സോ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. കൊളീജിയാലിറ്റി, ലോയൽറ്റി, മാനേജിങ് കോൺഫ്ലിക്റ്റ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി, ഇത്രയും ടോപ്പിക്കാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സും ഉണ്ട്. ആരുടെ റെസ്പോൺസിബിലിറ്റി, ആരുടെ റൈറ്റ്സ്? ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ. അതായത് നിങ്ങൾ നാളെ ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യാൻ ചെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ റൈറ്റ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സും ആണ് പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഏത് ബിസിനസ്സിലോ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് എന്ന് പറയുന്നത് യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ, അതായത് നിങ്ങളുടെ കാസ്റ്റിൻ്റെ ബേസിലോ റിലീജിയൻ്റെ ബേസിലോ നിങ്ങളുടെ കളറിൻ്റെ ബേസിലോ അങ്ങനെ യാതൊരു തരത്തിലും യാതൊരു ഡിസ്ക്രിമിനേഷനോ പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാ എംപ്ലോയീസും ഒരുപോലെ തന്നെ, ഒരു ഒത്തൊരുമ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ എല്ലാ എംപ്ലോയീസും ഒരുപോലെ ഒരു ഒത്തൊരുമയോട് കൂടി നിൽക്കണം എന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റൈറ്റാണ്. അതാണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് കൊളീജിയാലിറ്റി. അപ്പോൾ ഈ കൊളീജിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കോ ഓപ്പറേഷനാണ്. ഒരു ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ, അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ്, അല്ലെങ്കിൽ കാമറാഡി എന്നൊക്കെ പറയാം, സൗഹൃദം എന്നൊക്കെ പറയത്തില്ലേടോ. അതായത് ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, തമ്മിലടിയൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഒരുപോലെ നിൽക്കുക എന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഈ പറയുന്ന കൊളീജിയാലിറ്റി. സഹപ്രവർത്തകരെല്ലാവരും, അതായത് ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും കൃത്യമായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് തമ്മിൽ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒരു കോ ഓപ്പറേറ്റീവ് മൈൻഡോട് കൂടി നിൽക്കുന്നതിനെയാണ് കൊളീജിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു റെസ്പോൺസിബിലിറ്റിയുമാണ് റൈറ്റുമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ എല്ലാവരും നിങ്ങളെ ഒരുപോലെ കാണുന്നു എന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റൈറ്റാണ്. പക്ഷെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. അതായത് നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളും മറ്റ് എംപ്ലോയീസിന് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കാണിക്കരുത്. അപ്പോൾ അറ്റ് എ ടൈം കൊളീജിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്വവുമാണ്, ഒരു റൈറ്റുമാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കേസ് വിട്ടുതരാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ 50 കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം, 50 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 50 പേരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ആരോടും യാതൊരു വിധ ഡിസ്ക്രിമിനേഷനോ അങ്ങോട്ട് കാണിക്കരുത്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ നിങ്ങളും യാതൊരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ നേരിടാൻ പാടില്ല, അത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റൈറ്റാണ്. അപ്പോൾ ഈ കൊളീജിയാലിറ്റി എന്ന് പറയുന്ന ഒരു ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിരിക്കുന്നതല്ല, നമുക്ക് ബിസിനസ്സിൽ കിട്ടേണ്ടുന്ന വൺ ഓഫ് ദ റൈറ്റ് എന്ന് പറയുന്നത് കൊളീജിയാലിറ്റിയാണ്. അറ്റ് ദാറ്റ് ടൈം ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ആരെയും മാറ്റി നിർത്താനും പാടില്ല, ഞാനും എങ്ങു നിന്നും മാറി നിൽക്കപ്പെടാനും പാടില്ല എന്ന അർത്ഥത്തിലാണ് ഈ കൊളീജിയാലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി കൊളീജിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒരു കോമൺ ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും താഴ്ത്തവരുമല്ല, ആരും ഉയർന്നവരുമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് ശരിക്കും ഈ കൊളീജിയാലിറ്റി. ഓക്കെ, അതെന്താണ് ഇത്ര റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് ഞാൻ മറ്റുള്ളവരെ യാതൊരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. ഞാൻ ഇതിനോട് പറയുവാണ്, നീ എൻ്റെ കാസ്റ്റ് അല്ല, നീ എൻ്റെ അടുത്ത് ഇരിക്കരുത്, അതൊരിക്കലും പാടില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവനെ എൻ്റെ കൂടെ നിർത്തേണ്ടത്. അതുപോലെ തിരിച്ചുമാവാം, ആരും എന്നെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്താനും പാടില്ല. എൻ്റെ റൈറ്റാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരെയും പോലെ ഒരാളായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ കൊളീജിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഴ്സും ഡോക്ടറും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് പേഷ്യൻസിന് സർവീസ് കിട്ടുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയുവാണ്, ഞാനാണ് ഏറ്റവും വലിയ ആൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ അങ്ങനെ ആ രീതിയിൽ ഡോക്ടർമാരെല്ലാവരും കൂടെ പറയുന്നു, ഇവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ഭയങ്കര അഹങ്കാരമാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ഇത്രയും ശമ്പളമൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്കിവിടെ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ അവരെ താഴ്ത്തി കെട്ടിയാൽ തീർച്ചയായിട്ടും അത് പേഷ്യൻസിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൊളീജിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ എന്ന അർത്ഥത്തിൽ എടുക്കുക. അതെങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ് എന്ന മൊഡ്യൂളിൽ വന്നെന്ന് ചോദിച്ചാൽ, അറ്റ് എ ടൈം
അത് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റിയുമാണ്, റൈറ്റുമാണ്. ഏറ്റവും സിമ്പിൾ കാര്യം, നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? എല്ലാവരെയും ഒരുപോലല്ലേ കാണുന്നത്? അതുപോലെ നിങ്ങളെയും എല്ലാവരും ആ രീതിയിലല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ ആരെയും മോശക്കാരായി കാണുന്നില്ല, ദെൻ എന്നെയും ആരും ഒരു തരത്തിലും മോശക്കാരായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റക്കെട്ടായിട്ട് കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൊളീജിയാലിറ്റി. അപ്പോൾ ഈ കൊളീജിയാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, പരസ്പര ബഹുമാനം, നീ ചെറിയവനാണ് അതുകൊണ്ട് ഞാനാണ് വലിയവൻ. ഇതൊക്കെ കാസ്റ്റ് ബേസ് ഒന്നും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുമല്ലോ, ഈ താഴ്ന്ന ജാതി മേൽന്ന അങ്ങനെ, അതൊന്നും പാടില്ല. ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് ഒരു ശമ്പളം ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷെ അതല്ലാതെ എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരേപോലെ തന്നെ നമ്മൾ കാണണം. അപ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാല്യൂ ചെയ്തിരിക്കണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ചില ആളുകൾ പറയും, അവനെ കൂട്ടത്തിൽ കൂടണ്ട കേട്ടോ, നമ്മൾ മാത്രം ഈ കാര്യം അറിഞ്ഞാൽ മതി, അവനിപ്പോൾ അത് അറിയണ്ട എന്ന രീതിയിൽ ഒരാളെ അങ്ങനെ താഴ്ത്തിപ്പെടാൻ പാടില്ല. പേഴ്സണൽ കാര്യങ്ങളൊക്കെ, പക്ഷേ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ടീം മെമ്പേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ഇപ്പോൾ ഒരാൾ ലാസ്റ്റ് പറയുവാണ്, ഞാൻ ഈ കാര്യം ഒന്നും അറിഞ്ഞില്ല, നിങ്ങളെന്താ ഇതൊന്നും എന്നോട് പറയാഞ്ഞേ? അതായത് മനഃപൂർവ്വം നമ്മൾ ആരെയും ഇങ്ങനെ മാറ്റി നിർത്തരുത്. അതാണ് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇതൊരു ടീം വർക്ക് ആയിരിക്കണം. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇടപെട്ട് അതങ്ങ് സോൾവ് ചെയ്യാം. അതല്ല പലരും പല ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിന്ന് അടികൂടുവാണെങ്കിൽ രണ്ടോമാർ അടികൂടുന്ന അവന്മാർ അടികൂടിക്കോട്ടെ, നമ്മുടെ ആൾക്കാരല്ലല്ലോ അവർ വേറെയാണല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അടി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ പെട്ടെന്ന് പരിഹരിക്കാൻ ഈ കൊളീജിയാലിറ്റി സഹായിക്കും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്നാണ്. അതായത് ഈ പറയുന്ന കാസ്റ്റ് ബേസോ റിലീജിയൻ ബേസോ കളറിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ജെൻഡർ ബേസോ ഇതൊന്നും യാതൊരു തരത്തിലും തരംതിരിവുണ്ടാവാതെ ഒരു മ്യൂച്വൽ കോപ്പറേഷനിൽ പോകണം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പറയുന്നത്, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ടീം വർക്ക് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് പരിഹരിക്കാനും ഈ പറയുന്ന കൊളീജിയാലിറ്റി സഹായിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെയാണ്, അതായത് ഈ പറയുന്ന ഒത്തൊരുമ ഉണ്ടാവേണ്ടുന്നത് പ്രധാനമായിട്ടും എംപ്ലോയി റിലേഷൻഷിപ്പിനെ സഹായിക്കും. അതായത് എംപ്ലോയീസ് തമ്മിലൊരു സൗഹൃദം അല്ലെങ്കിൽ അവർ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതൊരു ഓർഗനൈസേഷണൽ കൾച്ചറിന്, അതായത് ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാം ഒറ്റക്കെട്ടാണ്, തമ്മിലടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ എംപ്ലോയീസ് എല്ലാവരും കൂടെ ഫേസ്ബുക്കിൽ തമ്മിലടിയാണ്, അതായത് ഇവൻ ഇടുന്ന കമൻറ്റിൽ അവൻ ഒരു കമൻറ്റ് ഇടുന്നു, ഇവനെപ്പറ്റി മോശമല്ല അവൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്പനിക്കാണ് പ്രശ്നം. അപ്പോൾ എംപ്ലോയീസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിൻ്റെ കൂടെ ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും. അതായത് ഒരു ടീം വർക്കിൽ, ഇപ്പം ഒരു ക്രിക്കറ്റ് കളിയിൽ 11 പേരുണ്ടല്ലോ, ഈ 11 പേരും പരസ്പരം ഒറ്റക്കെട്ടായിട്ട് ആരും ആരുടെയും ചതിക്കാതെ, അല്ലെങ്കിൽ ഒരുത്തൻ റണ്ണൗട്ട് ആവുന്നു അല്ലെങ്കിൽ കൂടുതൽ റൺ ഒരുത്തൻ എടുക്കണ്ട എന്നൊക്കെ മറ്റൊരുത്തൻ വിചാരിച്ചാൽ ടീം തോറ്റു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് എല്ലാവരും നല്ല കൊളാബറേഷനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും നല്ല കൊളാബറേറ്റായിട്ട് നിന്നാൽ മാത്രമേ ബിസിനസ് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കൊളീജിയാലിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഇത് തന്നെയാണ് വരുന്നത്. ഒരു പോസിറ്റീവ് കോപ്പറേറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിലോട്ട് ചെല്ലുന്നു, ഇപ്പോൾ ക്ലാസ് വെച്ച് പറയാം. ഓക്കെ, ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ ഗ്രൂപ്പായിട്ട് ഒരേ മനസ്സോടെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും, നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും. പക്ഷേ ക്ലാസ്സിൽ പലരും പല ഗ്രൂപ്പാണ്, എന്നും തമ്മിലടിയാണ്, ഇവനെ കണ്ടുകൂടാ, ലവനെ കണ്ടുകൂടാ എന്ന രീതിയിൽ അങ്ങനെ പരസ്പരം അടിയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലോട്ട് പോകാനേ തോന്നില്ല എന്ന് പറയുന്ന പോലെ ഒരു നല്ല ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാവും. എല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ, ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റീടെൻഷൻ. എംപ്ലോയീസ് പെട്ടെന്ന് പിരിഞ്ഞു പോകത്തില്ല. അതായത് അവർ നോക്കുമ്പോൾ ഈ സ്ഥാപനം കൊള്ളാം, എല്ലാവരും നല്ല കോപ്പറേഷനാണ്, എല്ലാവരും പരസ്പരം സഹായിക്കുന്നുണ്ട്, അഥവാ ഞാൻ ഒരു ദിവസം ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ വർക്ക് അവരും കൂടെ ചെയ്ത് സഹായിക്കുന്നുണ്ട്, ഞാനും അവരുടെ വർക്കും ചെയ്ത് സഹായിക്കുന്നുണ്ട്. റൈറ്റ് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇൻ എഫക്റ്റ് ഓർഗനൈസേഷണൽ ഗോൾസിന് അച്ചീവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന കൊളീജിയാലിറ്റി സഹായിക്കും. ഓക്കെ, ഇതൊരു കോമൺ സംഭവമാണ്. പക്ഷേ ഇതൊരു ഹ്യൂമൻ ബീയിങ്, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ എത്രത്തോളം കൊളീജിയാലിറ്റി അപ്ലൈ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഇതൊരു തിയറി സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ലോകത്തെല്ലാവരും അപ്ലൈ ചെയ്താൽ ഈ ലോകം തന്നെ നന്നായി പോയനെ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല നമ്മുടെ സിലബസ്. നമ്മുടെ സിലബസ് അനുസരിച്ച് കൊളീജിയാലിറ്റി നിങ്ങൾ പാലിക്കണം.
എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരും ഒറ്റക്കെട്ടൊന്നും ആയിരിക്കത്തില്ല. 50 പേരും ഒറ്റക്കെട്ടല്ലാത്ത സ്ഥിതിക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ 4 വഴിക്ക് പോകും. അത്ര മാത്രം ഓർത്താൽ മതി. ബിസിനസ്സും അങ്ങനെ തന്നെടോ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരു ഈഗോ ഒക്കെ പ്രശ്നമാവും. അതായത് അവൻ അങ്ങ് വർക്ക് ചെയ്ത് കയറി പോകുന്നു, അവനിട്ട് പണി കൊടുക്കണം. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും ഒരുപോലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരേ കണക്ക് ഇങ്ങനെ വളരാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. നമ്മുടെ അടുത്ത കോൺടാക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൊളീജിയാലിറ്റിയെ പറ്റി പറഞ്ഞ, കൊളീജിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാണ്. ഇപ്പോൾ ഒരു 50 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 50 പേരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇതാണ് കൊളീജിയാലിറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എന്നാണ്. എനിക്ക് ജോലി തന്ന ആളിനോട്, എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് എനിക്ക് ലോയൽറ്റി അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അപ്പോൾ ലോയൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിനോട് കൃത്യമായിട്ട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. ഓർഗനൈസേഷൻ്റെ വാല്യൂസ്, ഗോൾസ്, പോളിസീസ് ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അനുസരിച്ചിരിക്കണം. ഈ ലോയൽ എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. അതായത് എനിക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ബിസിനസ് വിട്ട് വേറെ ജോലി തേടി പോകുന്നതല്ല. ബിസിനസ്സിന് അഥവാ എന്തെങ്കിലുമൊക്കെ തട്ടുകേടുണ്ടെങ്കിലും, ബിസിനസ് ഒരു അല്പം പ്രശ്നത്തിലാണെങ്കിലും, അത് എന്നെ ഇത്രയും നാൾ ശമ്പളം തന്ന ജോലിക്കാരനാണല്ലോ, എനിക്ക് ഇത്രയും ജോലി തന്നത് അല്ലെങ്കിൽ ശമ്പളം തന്നത് ഈ ബിസിനസ്സാണ് എന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കാനുള്ളൊരു മനസ്സാണ്. അതാണ് ഈ ലോയൽറ്റി എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ബിസിനസ്സിനെയും പറ്റിച്ചുകൊണ്ട് വേറൊരു ബിസിനസ്സിൽ പോകാൻ ആഗ്രഹിക്കരുത്. അതാണ് ഈ ലോയൽ വർക്ക് ഫോഴ്സ്. നമ്മൾ ഈ മുതലാളിമാർ പറയും, എനിക്കൊരു ലോയൽ വർക്ക് ഫോഴ്സ് ഉണ്ട്. അതായത് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും, ഈ ബിസിനസ്സിന് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ എംപ്ലോയീസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ പറയാറുണ്ട് ഈ ഡോഗിനെ പറ്റി, നായകളെ, ഡോഗ് ഭയങ്കര ലോയലാണെന്ന്. അതായത് യജമാനൻ എന്ത് പ്രശ്നം വന്നാലും, അതായത് യജമാനന് വേണ്ടി അവർ മരിക്കും എന്ന രീതിയിൽ നിൽക്കുന്ന നായ്ക്കളുണ്ട്. അതാണ് ഡോഗിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ ഞാൻ ഡോഗ് എന്ന് കമ്പയർ ചെയ്യുന്നതല്ല, ലോയൽ എന്ന വാക്കിൻ്റെ അത്രത്തോളം ഡെപ്ത് ഉണ്ട്. അതായത് ബിസിനസ്സിന് വല്ല പ്രശ്നവും വന്നാൽ ഉടനെ ബിസിനസ് വിട്ടിട്ട് പോകരുത്. നമുക്ക് ഇത്രയും നാളും ശമ്പളം തന്നെയാണ്, നമുക്ക് ആ എല്ലാവരും കൂടെ ഒത്തു നിന്നിട്ട്, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കാം എന്ന അർത്ഥത്തിൽ നിൽക്കുന്നതാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് കമ്മിറ്റ്മെൻറ്റ്. ആ സ്ഥാപനത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമ്മളായിട്ട് വരുത്തി വെക്കാനും പാടില്ല. സപ്പോസ് ബിസിനസ് എന്തെങ്കിലും നഷ്ടത്തിലോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഉടനെ ബിസിനസ് കളഞ്ഞിട്ട് പോകരുത്. നമുക്ക് മാക്സിമം നോക്കുക, അല്ലാതെ നമ്മുടെ രക്ഷ നീക്കി പോവാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ പലരും പോവും, അവർക്ക് അവരുടെ കാര്യമാണല്ലോ വലുത്. അങ്ങനെ അവരുടെ കാര്യം നോക്കി പോകാതിരിക്കുക, അങ്ങനെ പോവരുത് എന്ന് പറയുന്നതാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. നമുക്ക് ശമ്പളം തരുന്നവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി, ബിസിനസ്സിൻ്റെ സീക്രട്ടുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോയി പുറത്ത് പറയാൻ പാടില്ല. എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കണം. എത്തിക്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ മുമ്പത്തെ മൊഡ്യൂളിൽ പഠിപ്പിച്ചതാണ്. ബിസിനസ്സിൻ്റെ എല്ലാ എത്തിക്സും നമ്മൾ പാലിച്ചിരിക്കണം. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ആ സിറ്റുവേഷൻ എല്ലാം തരണം ചെയ്ത് ബിസിനസ് പഴയപടി നല്ലതുപോലെ ആക്കി എടുക്കാനായിട്ട് നമ്മളവിടെ കൂടെ ഉണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ബിസിനസ് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അടുത്ത കമ്പനി ചാടാൻ നോക്കും. അങ്ങനെ ചാടാത്തവരും ഉണ്ട്. ഇപ്പോൾ റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് തിരിച്ചു വരവെന്നാണ്. ബിസിനസ് ഇപ്പം നഷ്ടത്തിലാണ്, ബിസിനസ് ആകെ പൊളിഞ്ഞു കിടക്കുവാണ്. പക്ഷേ നമ്മൾ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ബിസിനസ്സിൽ തന്നെ നിന്ന് ബിസിനസ് പഴയ പോലെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഈ റെസിലിയൻസ്, ഒരു തിരിച്ചു വരവ്. ബിസിനസ് തിരിച്ചു വരുന്നത് വരെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇയാളാണ് ഏറ്റവും നല്ല ലോയൽ വർക്കർ എന്ന് പറയുന്നത്. ബിസിനസ്സിന് നല്ല നഷ്ടമാണ്, എനിക്ക് പണി കിട്ടി, എൻ്റെ ശമ്പളം വെട്ടിക്കുറച്ചു, എനിക്ക് പകുതി ശമ്പളമേ ഉള്ളൂ, ആകെ പ്രശ്നമാണ്, എന്നിട്ടും ഞാൻ ആ ബിസിനസ്സിൻ്റെ കൂടെ നിന്നിട്ട് ആ ബിസിനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നു. ആ രീതിയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഈ ലോയൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലോയൽറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ലോയൽറ്റി, അല്ലെങ്കിൽ ഈ ഒരു ലോയൽറ്റി ഉണ്ടെന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എംപ്ലോയി റീടെൻഷൻ. അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച് ലോയൽറ്റി ഉണ്ടെങ്കിൽ അവർ ആ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ നോക്കും. പെട്ടെന്ന് ചാടി പോകത്തില്ല. ദെൻ മാനേജ്മെൻറ്റും ഒരു റെപ്യൂട്ടേഷനാണ്. ഒരു ലോയൽ വർക്ക് ഫോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ കാരണമാകും. സ്റ്റേക്ക് ഹോൾഡർ ട്രസ്റ്റ്. ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കസ്റ്റമർ ഉണ്ട്, ഇൻവെസ്റ്റർ ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഷെയർ ഹോൾഡർ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ബിസിനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ കോൺട്രാക്ടർമാരുണ്ട്, ഈ വീടൊക്കെ പണിയുന്ന കോൺട്രാക്ടർമാർ, ഈ കോൺട്രാക്ടർമാരുടെ കൂടെ കുറേ വർക്കേഴ്സ് കാണും, സ്ഥിരം വർക്കേഴ്സ്. ഓക്കെ, ഇപ്പോൾ കോൺട്രാക്ടർക്ക് അഥവാ എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്ന് ഇപ്പോൾ വലിയ രീതിയിൽ പണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
കുറേ വർക്കേഴ്സ് വേറെ കോൺട്രാക്ടറുടെ കൂടെ അങ്ങ് പോകും, അവർക്കും ജീവിക്കണമല്ലോ. എന്നാലും ചെറിയ ചെറിയ വർക്കൊക്കെ ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ, കാര്യം ഇത്രയും നാൾ ശമ്പളം കൊടുത്തില്ലേ, അങ്ങനെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കാൻ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, പുള്ളി പണ്ട് ഭയങ്കര കിടിലുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര ഓക്കെ അല്ല. ഇപ്പോൾ അയാൾക്ക് അത്ര വീട് പണിയൊന്നുമില്ല, ഇപ്പോൾ ഇത്തിരി നഷ്ടത്തിലാണ്. ഓക്കെ, എന്നിരുന്നാലും പുള്ളിക്ക് വേണ്ടി നിൽക്കുന്ന, പുള്ളി ഒന്ന് വിളിച്ചാൽ വന്ന് ജോലി ചെയ്യുന്ന കുറേ വർക്കേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ലോയൽ വർക്കേഴ്സ്. അങ്ങനാണെങ്കിൽ ഈ കോൺട്രാക്ടറെ ഒരു വീട് ഏൽപ്പിക്കാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവും. ആ ഒരു ട്രസ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോയൽ വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര വിശ്വാസമായിരിക്കും. ഇതാണ് മെയിൻലി ലോയൽറ്റി കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ ലോയൽറ്റി ഉള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിലുള്ള ഗുണം. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ്. അതായത് ഒരു എംപ്ലോയീസിനിടയിൽ ഇത് നമ്മുടെ ബിസിനസ് സ്ഥാപനമാണ് എന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക. ഓക്കെ, ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, ബിസിനസ്സിൽ നിലനിന്ന് പോകാനായിട്ട് അവർ ആഗ്രഹിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ, അതായത് ടു എൻഷുർ അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോള്. ഓർഗനൈസേഷണൽ ഗോളിന് വാല്യൂ കൊടുക്കുന്നവനാണ് യഥാർത്ഥ ലോയൽ എംപ്ലോയി. വേണമെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചോ. ഓർഗനൈസേഷണൽ ഗോളിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവരാണ് യഥാർത്ഥ ലോയൽ എംപ്ലോയി. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഗോളിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചില സിനിമകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിക്കും, ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചിട്ട് പോലും ബിസിനസ്സിൽ ചെന്നിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് പോലും മാറ്റി വെച്ചിട്ട് ബിസിനസ്സിന് വേണ്ടി നിൽക്കുവാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോയൽറ്റി. അപ്പോൾ ആ രീതിയിൽ നിൽക്കുവാനുള്ള ഒരു ഒരു അർജ്, നമ്മുടെ ഒരു ഇന്നർ മൈൻഡാണ് സംഭവം. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനല്ല. ഇപ്പോൾ പണ്ടൊരു ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരാൾ വന്നിട്ട് പ്രസംഗിക്കുന്നത് തന്നെ, അതായത് ബിസിനസ്സിലേക്ക് വന്നിട്ട് മീറ്റിംഗാണ്, ബിസിനസ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുവാണ്. പുള്ളി ഒരു 10 മിനിറ്റ് താമസിച്ചു വന്നിട്ട് നേരെ പറയുന്നത് തന്നെ, ഒരു 10 മിനിറ്റ്സ് ഞാൻ ലേറ്റായി, ഐ ആം സോറി, എൻ്റെ വൈഫ് മരിച്ചു, ആ ഒരു ഫ്യൂണറൽ ശവസംസ്കാര ചടങ്ങ് ഒന്ന് നടത്തേണ്ടി വന്നു, ഞാൻ തിരിച്ചു വന്നതാണെന്ന് പറയും. സപ്പോസ് കോമഡി ആയിട്ടാണ് അല്ലെങ്കിൽ ട്രോളായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ല അവിടെ വലുത്, ഓർഗനൈസേഷണൽ ഗോളാണ്. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലൊരു ഇൻറ്റഗ്രിറ്റിയും ഡിപ്പെൻഡബിലിറ്റിയും വർദ്ധിപ്പിക്കും. ലോയൽ എംപ്ലോയീസ് ഉണ്ടെങ്കിലുള്ള ഗുണമാണ് ഈ പറയുന്നത്. ബിസിനസ്സിൽ ലോയൽ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് ഇത്രയും പ്രധാനപ്പെട്ട പ്രയോജനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ കോൺഫ്ലിക്റ്റ്. ഇനി നടപ്പുള്ള കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നടന്നു പറയാം. ഈ പറഞ്ഞ കൊളീജിയാലിറ്റിയും ലോയൽറ്റിയൊക്കെ ഉണ്ടെങ്കിലുണ്ട്. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ട് നടക്കുന്നൊരു കാര്യം ഞാൻ പറയാം, വഴക്ക്. കോൺഫ്ലിക്റ്റ് ഇൻ ദ വർക്ക് പ്ലേസ്, തമ്മിലടി, അതായത് വഴക്ക്, പേഴ്സണൽ ഈഗോസ്, അതായത് രണ്ടുപേര് തമ്മിൽ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന ലോയൽറ്റിയും കൊളീജിയാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴക്ക് നടക്കത്തില്ല. പക്ഷേ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. മിക്കവാറും നടക്കുന്നത് ഈ വഴക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാം, വർക്ക് പ്ലേസിലെ തമ്മിലടി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. അതിനാദ്യം പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 4 ടൈപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള വഴക്കുണ്ട്. ഒന്ന്, ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം. ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ എയും ബിയും തമ്മിൽ വഴക്കെന്ന് പറഞ്ഞാൽ അത് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലടി, അതാണ് ഈ പറയുന്ന ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. ദെൻ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇൻട്രാ ഗ്രൂപ്പാണ്, വായിക്കുന്നത് ശ്രദ്ധിച്ചോണേ. ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ തമ്മിൽ തർക്കം. അവരൊരു ഗ്രൂപ്പിലാണ്, സപ്പോസ് മാർക്കറ്റിംഗ് ടീം, പ്രൊഡക്ഷൻ ടീം, ഒരു ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ആളുകൾ തമ്മിൽ പല കാര്യത്തിലും തർക്കം. ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമിനകത്ത് 10 പേരുണ്ടെങ്കിൽ ഒരു അഭിപ്രായം വരുമ്പോൾ 4 പേര് ഒരു അഭിപ്രായം പറയുന്നു, 2 പേര് വേറൊരു അഭിപ്രായം പറയുന്നു, 2 പേര് അങ്ങനെ ടീമിനകത്തടി. അതാണ് ഈ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. സെയിം ടീമിനകത്ത് തന്നെ ആൾക്കാർ തമ്മിൽ ഒരു യോജിപ്പില്ലാതെ പോകുന്നു. ദെൻ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷൻ ടീമും തമ്മിലടി, 2 ടീം തമ്മിൽ യോജിച്ച് പോകുന്നില്ല. മാർക്കറ്റിംഗ് ടീം പറയുന്ന കണക്കല്ല പ്രൊഡക്ഷൻ ടീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ടീം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ടീമുകൾ തമ്മിൽ, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലടി. ഓക്കെ, ഇതൊന്നും അല്ലാത്ത മറ്റൊരു സംഭവമാണ് വർക്ക് പ്ലേസ് ബുള്ളിങ്. ബുള്ളിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളെ ഒരുപാട് പേര് ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു, ഒരാൾക്കിട്ട് മറ്റുള്ളവരെല്ലാവരും കൂടെ പണി കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതൊരു വൺ സൈഡ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഈ പണിയെല്ലാം മേടിച്ച് കെട്ടുവാണ്. അതാണ് ഈ വർക്ക് പ്ലേസ് ബുള്ളിങ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് കോൺഫ്ലിക്റ്റ് വരും. 2 വ്യക്തികൾ തമ്മിൽ, ദെൻ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ തമ്മിൽ, 2 ഗ്രൂപ്പുകൾ തമ്മിൽ, ദെൻ ഒരു വ്യക്തിയെ ഒരുപാട് പേര് ചേർന്നിട്ട് ബുള്ളി ചെയ്യുന്നു. അത് പ്രധാനമായിട്ട് ഇപ്പോൾ കാസ്റ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ താഴ്ന്ന കാസ്റ്റാണ്, ബാക്കി എല്ലാവരും ഉയർന്ന കാസ്റ്റാണ്. ഉടനെ ഇവനെ ഭക്ഷണം കഴിക്കാൻ കൂടിയിരുത്തുന്നില്ല, നല്ല ചെയർ കൊടുക്കുന്നില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ.
ഒരാളെ ഒരുപാട് പേര് ചേർന്ന് എന്തെങ്കിലും വഴക്കിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഈ വർക്ക് പ്ലേസ് ബുള്ളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നമുക്കൊന്ന് എന്താ പറയുക സൊല്യൂഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ? ഫസ്റ്റ് വൺ, ഓപ്പൺ ഡയലോഗ്. തുറന്നു പറയാനുള്ള അവസരം കൊടുക്കുക. എന്താണ് പ്രശ്നം നിങ്ങൾ സംസാരിച്ച് തീർക്ക്. അതായത് ഈ കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസിന് അവരുടെ മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക. വിളിച്ചിരുത്തിയിട്ട് എന്താണ് പ്രശ്നം, ഒരു മീഡിയേഷൻ, ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറയത്തില്ലേ, നിങ്ങളുടെ പ്രശ്നം പറയാം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ തമ്മിലുടെ, അങ്ങനെ സംസാരിച്ച് തീർക്കാൻ മാക്സിമം നോക്കുക. ദെൻ കോംപ്രമൈസിലേക്ക് പോവുക. ഓക്കെ, നിങ്ങളിപ്പോൾ തർക്കിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് ഇങ്ങനെയും ചെയ്യാം, ഇത് ഇങ്ങനെയും ചെയ്യാം, കോംപ്രമൈസ് ആയല്ലോ. ഓക്കെ, ദെൻ ഫോക്കസ് ഓൺ കോമൺ ഗോൾ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ തൽക്കാലം ബിസിനസ്സിൻ്റെ ഗോളിലോട്ട് വാ. നീ നിൻ്റെ അഭിപ്രായവും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ അഭിപ്രായം എന്താണെന്നൊന്ന് കേൾക്ക്. അങ്ങനെ ഓർഗനൈസേഷണൽ ഗോളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. ദെൻ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക. കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്താൽ ഒരു പരിധി വരെ തർക്കം ഉണ്ടാവത്തില്ല. അത് അവർക്കറിയാമല്ലോ കറക്റ്റായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങളിലൂടെ നമുക്ക് വേണമെങ്കിൽ ഈ എംപ്ലോയീസിൻ്റെ പ്രൊഫഷണൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാം. ഇവിടെ പറയുന്നത് പ്രൊഫഷണൽ കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ്. അതായത് ജോലി സ്ഥലത്തിരുന്നിട്ട് ചുമ്മാ, അതായത് ഇവരുടെ പേഴ്സണൽ വഴക്കല്ല. പേഴ്സണൽ വഴക്ക് ബിസിനസ്സുമായിട്ട് ബന്ധമില്ലല്ലോ. ബിസിനസ്സിനകത്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ്, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഇൻ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തുള്ള പേഴ്സണൽ വഴക്കല്ല, ജോലി സ്ഥലത്തുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സിന് പരിഹരിക്കാൻ പറ്റുന്നത് അതാണ് ഈ പറയുന്ന ഈഗോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാർക്കറ്റിംഗ് ടീം ഒരു കാര്യം ചെയ്തു വെച്ചു, ഉടനെ പ്രൊഡക്ഷൻ മാനേജർ പറയുവാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈഗോ വരും. എങ്കിൽ പിന്നെ താനങ്ങ് ചെയ്യും, അതെന്തോടോ താൻ ചെയ്യാത്ത. ഇങ്ങനെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റാണ് ഈ രീതിയിലൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് തന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ, അതായത് മാർക്കറ്റിംഗ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം വരുമ്പോൾ നമുക്കത് എങ്ങനെ പരിഹരിക്കാം, അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആലോചിച്ച് പരിഹരിക്കുക. കൂടുതലായിട്ടും തർക്കം വരുന്നത്, മിക്കവാറും ഒക്കെ തർക്കം വരുന്നത് മാർക്കറ്റിംഗ് ടീമിലായിരിക്കും. കാര്യം ഇവരാണ് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നത്. അതായത് ഈ പ്രൊഡക്ഷൻ ടീമായാലും ഫിനാൻസ് ആണെങ്കിലും ഇവരെല്ലാവരും ബിസിനസ്സിനകത്തിരിക്കുന്നവരാണ്. മാർക്കറ്റിംഗ് ടീമാണ് പലപ്പോഴും മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ കസ്റ്റമറിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും അഭിപ്രായവും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നത് മിക്കവാറും മാർക്കറ്റിംഗ് ടീമിനകത്തായിരിക്കും. അല്ലാതെ വേറുള്ളവരെല്ലാം കാര്യം വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ടീമിനകത്ത് വലിയ തർക്കം വരും, അവർക്കറിയാം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ. ഫിനാൻസിനകത്തും തർക്കം വരത്തില്ല, കാര്യം അതെല്ലാം അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാൽ മതിയല്ലോ. അവിടെ എൻ്റെ അഭിപ്രായത്തിനൊന്നും വലിയ കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറയുവാണ് അതെ അത് നമ്മൾ ഡെബിറ്റ് ചെയ്താൽ എങ്ങനെയാണ്, നമുക്കത് ക്രെഡിറ്റ് ചെയ്താലോ, അത് പറ്റൂല. അത് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ മാർക്കറ്റിംഗ് ടീമിന് അങ്ങനെ അല്ലടോ. മാർക്കറ്റിംഗ് ടീമിന് അവരുടെ അഭിപ്രായം പറ്റും. കാര്യം കസ്റ്റമേഴ്സും മാർക്കറ്റും എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലേ. മിക്കവാറും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഈ മാർക്കറ്റിംഗ് ടീമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ, ദെൻ റെസ്പെക്ട് ഫോർ അതോറിറ്റി. ഇത് വാലിഞ്ചേരില്ലാതെ പറഞ്ഞു പോകുമല്ലോ. ഇതൊന്നും ഞാൻ ഇട്ടിരിക്കുന്ന സിലബസ് അല്ലല്ലോ. ഇതാ ഇവിടെ കിടപ്പുണ്ട്. സിലബസ് അനുസരിച്ച് കൊളീജിയാലിറ്റി കഴിഞ്ഞു, ലോയൽറ്റി കഴിഞ്ഞു, മാനേജിങ് കോൺഫ്ലിക്റ്റ് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കായിട്ട് സിലബസിൽ കിടക്കുന്നതാണ് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റിയാണ്. ഓക്കെ, റെസ്പെക്ട് ഫോർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ആളെ നമ്മൾ ബഹുമാനിക്കണം എന്നതിന് അങ്ങനല്ല കറക്റ്റ് മീനിങ്. ശരിക്കും നമ്മുടെ മുകളിലുള്ള ആൾ പറയുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷണൽ പോളിസീസും ഓർഗനൈസേഷണൽ റൂൾസും അനുസരിച്ചാണ്. ഇപ്പം എനിക്ക് മുകളിലൊരു മാനേജറുണ്ട്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുവാണ്, എനിക്ക് മുകളിലൊരു മാനേജറുണ്ട്. ഈ മാനേജർ എന്നോട് പറയുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ, വീട്ടിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് കൊടുക്കാനല്ലല്ലോ പറയുന്നത്. പുള്ളി പറയുന്നതെല്ലാം ഈ ബിസിനസ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. അപ്പം ഞാൻ അതിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ റൂൾസും പോളിസീസും കൃത്യമായിട്ട് ബഹുമാനിക്കണം. അല്ലാതെ ഞാൻ ഇതൊന്നും അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ബിസിനസ്സിൽ ജോലി ചെയ്യാൻ ചെന്നാൽ ആ ബിസിനസ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പാലിച്ചിരിക്കണം. അതാണ് ഇവിടെ ശരിക്കും ഈ പറയുന്ന റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി. ഞാൻ എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ, എൻ്റെ സൂപ്പർവൈസറെ, എൻ്റെ സുപ്പീരിയറെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഈ ബിസിനസ് പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അയാൾ എന്നോട് പറയുവാണ് പുറത്ത് പോയി ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന 50 രൂപയുടെ 100 രൂപയുടെ മീൻ മേടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, ഞാൻ അനുസരിക്കത്തില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം അത് ബിസിനസ് അയാളോട് പറഞ്ഞിട്ടില്ലല്ലോ. ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷണൽ പോളിസീസ് നമ്മൾ അനുസരിച്ചിരിക്കണം. അതാണ് ഈ റെസ്പെക്റ്റ് ഫോർ അതോറിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വരാം? ഒബീഡിയൻസ് ടു പോളിസീസ്. ബിസിനസ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പോവുക, അതിനെ ചോദ്യം ചെയ്യാൻ പോകരുത്. ഈ ബിസിനസ് ഇങ്ങനെയാണ്, താല്പര്യമില്ലെങ്കിൽ പോവുക. അപ്പം നിങ്ങളത് ഒബീഡിയൻ്റ് ആയിരിക്കണം. എക്സ്പെർട്ടൈസിനെ അക്നോളജ് ചെയ്യണം.
അതായത് നമ്മുടെ ലീഡേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ പുച്ഛിക്കാതെ അത് കൃത്യമായിട്ട് അക്നോളജ് ചെയ്യുക. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. നമ്മുടെ സൂപ്പർവൈസർ വന്നിട്ട് ചോദിക്കുവാണ് എങ്ങനെ ഉണ്ടോ ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുവാണ്. അപ്പം നമ്മളത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതായത് പോസിറ്റീവായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കണം. മോശമാണെങ്കിൽ മോശമെന്ന് പറയുക. ഇപ്പം നിങ്ങളോട് സുപ്പീരിയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ വന്ന് ചോദിക്കുവാണ് നമ്മളിങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴ്ന്ന ഉദ്യോഗസ്ഥനോട് ഫീഡ്ബാക്ക് ചോദിക്കുവാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ആ വാക്ക് കേട്ടോടോ, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ കൊള്ളാം കൊള്ളത്തില്ല എന്ന് മാത്രമല്ല പറയുന്നത്, കൃത്യമായിട്ട് സജഷൻസും പറയും. സാർ ഇതുവരെ ചെയ്ത ഈ ഒരു ഇന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ആ ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ അത് അത്ര ശരിയായിട്ടല്ല പോകുന്നത്, നമുക്കത് ഇങ്ങനെ കൂടെയൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നന്നാക്കണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റിയോട് റെസ്പെക്റ്റ് ഉണ്ട്. മറിച്ച് അയാൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി എല്ലാം സൂപ്പറായിരുന്നു സാർ, സൂപ്പറാണ്, ഒരു പ്രശ്നമില്ല എന്ന് കള്ളം പറഞ്ഞാൽ നാളെ അയാൾക്ക് തന്നെ പണി കിട്ടും. അപ്പം നിങ്ങളുടെ അതോറിറ്റിയോട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അവോയ്ഡ് ഡിസ്റെസ്പെക്റ്റ്, അതായത് ഈ പറയുന്ന കണക്ക് തന്നെ, അതായത് എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അതോറിറ്റി നമ്മുടെ സൂപ്പർവൈസറിന് ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാവരുത്. അവോയ്ഡ് ഡിസ്റെസ്പെക്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഈ റെസ്പെക്റ്റ് കൊടുക്കേണ്ടി വരുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച്, ഏതൊക്കെ ഏരിയയിലാണ്? ഫസ്റ്റ്, ഹൈറാറിക്കൽ സ്ട്രക്ചർ. ഉദ്ദേശിച്ച് നമ്മൾ അതായത് ഇപ്പം ടോപ്പിലൊരാളുണ്ട്, അയാൾക്കൊരു 4 എംപ്ലോയീസ് കാണും, ദെൻ അവരുടെ താഴെ കുറേ ആൾക്കാർ കാണും. ഇങ്ങനെ ഈ ഒരു ഹൈറാർക്കി തീരുമാനിക്കുന്നത് ഈ ഒരു റെസ്പെക്റ്റ് ഓഫ് അതോറിറ്റിയുടെ ബേസിലാണ്. ഇവിടെ താഴെയുള്ള ആളുകൾ ഇവർ പറയുന്ന കേൾക്കണം, ഓക്കെ, ഇവർ പറയുന്ന കേൾക്കണം. അങ്ങനെ നിങ്ങൾക്ക് തൊട്ട് മുകളിലുള്ള ബോസ് ആരാണോ അയാൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചാണ് ഈ ഹൈറാർക്കി തീരുമാനിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം പ്രൊഡക്ഷൻ മാനേജർ ചെന്നിട്ട് ഫിനാൻസിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ആജ്ഞാപിക്കേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ മാനേജർ ആദ്യം അത് ഫിനാൻസ് മാനേജറോട് പറയുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയി ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഞാനത് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുവാണ്. ഫിനാൻസ് മാനേജർ വന്ന് ചോദിക്കും, എടോ തന്നോട് പ്രൊഡക്ഷൻ മാനേജർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടല്ലോ, താൻ എന്താ പ്രശ്നം? ഇങ്ങനെ ഹൈറാർക്കി കീപ്പ് ചെയ്യാൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി. ഞാൻ ആരെ ബഹുമാനിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ തൊട്ട് മുകളിലുള്ള ആളെ. അങ്ങനെ ബഹുമാനിച്ച് പോയി കഴിഞ്ഞാൽ ബിസിനസ്സിനൊരു കറക്റ്റ് ഹൈറാർക്കി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി അത് ഡിസിപ്ലിൻ, എംപ്ലോയി ഡിസിപ്ലിൻ, ഓക്കെ, കൃത്യമായിട്ടതുണ്ടാവും. ദെൻ ലീഡർഷിപ്പ് എഫക്റ്റീവ് ആവും. അതായത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ തൊട്ട് താഴെയുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ, അവരത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലീഡർഷിപ്പ് എഫക്റ്റീവായിട്ട് പോകും. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ സഹായിക്കും. നല്ലപോലെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഓക്കെയാണ്. പ്രൊഫഷണലിസം ഉണ്ടാവും. ഓവറോൾ ഫംഗ്ഷനിങ് ഓക്കെ ആയിട്ട് തന്നെ പോകും. സിമ്പിളായിട്ട് പറയാം, എന്തിനാണ് ഇത്രയായിട്ട് വളച്ചടിക്കുന്നത്? ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുകയോ ഇല്ലയോ? അതാണ്. നിങ്ങളോട് ക്ലാസ്സിൽ വന്ന് ടീച്ചർ പറയുവാണ് ഇന്ന കാര്യം പഠിച്ചുകൊണ്ട് വരണം, ഇത് ചെയ്യണം, മിണ്ടാതിരിക്കുക, ക്ലാസ് ഇങ്ങനെ ഓരോന്ന് പറയത്തില്ലേ? നിങ്ങളത് കേൾക്കുമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് നല്ലതുപോലെ പോകും. കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായിരിക്കും. നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്ന ടീച്ചറുടെ പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ. ടീച്ചർ എന്ന് പറയുന്നത് എന്താ? ക്ലാസ്സിൽ മിണ്ടാതിരിക്കണം, അതാ കോളേജിൻ്റെ റൂളാണ്. നിങ്ങളെല്ലാവരും ഇന്നത് പഠിക്കണം, അതാ കോളേജിൻ്റെ റൂളാണ്. അസൈൻമെൻറ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണം. ഇതൊന്നും ടീച്ചറുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. അപ്പം നിങ്ങൾ ശരിക്കും അനുസരിക്കുന്നത് ആ കോളേജിനെ തന്നെയാണ്. അങ്ങനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ഫംഗ്ഷൻ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിരിക്കും. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനും പുറമെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കൊളീജിയാലിറ്റിയും ലോയൽറ്റിയും പലപ്പോഴും നടക്കണമെന്നില്ല. അതായത് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതും എല്ലാവർക്കും ബിസിനസ്സിനെ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവാം. പല ആളുകളും പല രീതിയിൽ പല സ്ഥലത്തുനിന്ന് പലയിടത്തു നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിൽ ചില ക്രാഷ്, അതായത് ചില തർക്കങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാവരും ഒരേ കൾച്ചറിലല്ലടോ എംപ്ലോയേഴ്സ് വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളെല്ലാവരും ഒരേ രീതിയിൽ വളർന്നു വന്നവരല്ല. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ എത്തിയിട്ടല്ലേ തമ്മിൽ കാണുന്നത്. അപ്പോൾ പരസ്പരം അടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും പല കൾച്ചറിൽ വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാവാം. ദെൻ എക്കണോമിക് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോയൽറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുവാണ്, മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്, ശമ്പളം കിട്ടുന്നില്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പോഴും നിങ്ങൾ പറയുവാണ് ഞാനൊരു ലോയലാണ്, ഞാൻ ഭയങ്കര ലോയലാണ്, ഞാൻ ഇവിടുന്ന് പിരിഞ്ഞ് പോകത്തില്ല. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അവിടെ നിൽക്കും? നിങ്ങളെങ്ങനെ ജീവിക്കും? എക്കണോമിക് പ്രഷർ വന്നാൽ പതുക്കെ ആ ലോയൽറ്റി അങ്ങ് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ല, അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പതുക്കെ ലോയൽറ്റി റെഡ്യൂസ് ചെയ്തേക്കാം. അതൊരു ഹ്യൂമൻ നേച്ചറാണ്.
ശമ്പളം തരാത്ത അവസ്ഥയൊക്കെ വന്ന ബിസിനസ്സിനോട് പറയും എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, ആത്മാർത്ഥയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ തൽക്കാലം എനിക്ക് ശമ്പളം തരുന്നൊരു കമ്പനിയിലോട്ടൊന്ന് പോവുകയാണ്. പിന്നെ ലീഡർഷിപ്പ് സപ്പോർട്ട് വന്നില്ലെങ്കിലും കുഴപ്പമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ലീഡറുണ്ട്, അല്ലെങ്കിൽ ആ ലീഡറിൻ്റെ കീഴിൽ ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ ലീഡർഷിപ്പ് അവർ തന്നെ, ആ ലീഡർ തന്നെ നിങ്ങളൊരു 30 പേരെ ഒരു രീതിയിലും ബാക്കി 20 പേരെ ഒരു താഴ്ന്ന രീതിയിലും കണ്ടാൽ പ്രശ്നമാണ്. അപ്പോൾ ബിസിനസ്സിനകത്ത് ഈ പറയുന്ന കൊളീജിയാലിറ്റിയും ലോയൽറ്റിയും ഇല്ലാതെ പോകുന്നതിന് ഇങ്ങനെ പല പല കാരണങ്ങളും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ, തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു 4 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കൊളീജിയാലിറ്റി എന്ന് പറയുന്നതായാലും ലോയൽറ്റി എന്ന് പറയുന്നതാണെങ്കിലും നമുക്കവിടെ ഉണ്ടാവണം എന്നാണ്. അതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വേണ്ട, അതുണ്ടാവണം. കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക. ദെൻ നമ്മുടെ അതോറിറ്റി, ഞാൻ വീണ്ടും പറയുന്നു, ഈ അതോറിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോസ് വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ, ഓ മാം, യെസ് മാം, ഓ മാം എന്ന് പറയുന്നതല്ല. അവരെന്താണോ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് അവർ പറയുന്നതല്ലടോ. ഇപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറയുവാണ് അസൈൻമെൻറ്റ് ഇന്ന ഡേറ്റിൽ വെക്കണം, അതാ ടീച്ചറുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല, കോളേജിൻ്റെ റൂളാണ്. അസൈൻമെൻറ്റ് നിങ്ങൾ ടീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ തന്നെ സ്റ്റുഡൻസ് വെച്ചിരിക്കണം എന്നത് കോളേജ് ടീച്ചേഴ്സിനോട് പറയുന്നതാണ്. അവരത് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങൾ ടീച്ചറെ അനുസരിക്കുമ്പോൾ, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറെ അനുസരിക്കുന്നത് ആ കോളേജിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലാതെ നിങ്ങളുടെ ബോസ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളതല്ല. പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ്, മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ്.